ഇത് കണ്ടോ, ഇത് ഞാൻ ഒരു വീഡിയോ ഇട്ടിടാൻ കാരണം ഇത്രയും ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ, തെങ്ങിൻ്റെ ഇടയിൽ നമ്മളെ മണൽ പ്രദേശങ്ങളിൽ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഒരു ട്രാക്ടർ ഉപയോഗിച്ച് ഇതുപോലെ നല്ല രീതിയിൽ കിളച്ച് ഇടയിൽ മുഴുവൻ ട്രാക്ടറിനെ കൊണ്ട് ഒഴുകി മറിച്ചതിന് ശേഷം കുമ്മായം ചേർത്തി അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നറിയോ, ഈ എള്ള് കൃഷി ചെയ്യാം. കണ്ട, ഇതിപ്പോൾ എള്ള് കൃഷിക്ക് വേണ്ടി നമ്മൾ ട്രാക്ടർ ഉപയോഗിച്ച് ഒഴുകിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് വെറും ഫാലോ ലാൻഡായിട്ട് ഇടാതെ, തരിശുനിലമായിട്ട് ഇട്ടതിന് ശേഷം ഇടാതെ ഇങ്ങനെ കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ്. വളരെ കോസ്റ്റ് കുറയുകയും ചെയ്യും. ഇതുപോലെ നമുക്ക് പിന്നെ ഒഴുകുകയാണെങ്കിൽ കോസ്റ്റ് കുറയുകയും നമുക്ക് ചെയ്യാം. അതുകൂടാതെ ഇതുപോലെ ഒഴുകി നമുക്ക് ചേന, ചേമ്പ്, കാച്ചിൽ അങ്ങനെയുള്ള സാധനങ്ങൾ നടാം. ഇഞ്ചി, മഞ്ഞൾ പിന്നെ ഉള്ളത് നടാം. അതുകൂടാതെ നമുക്ക് എന്തും ചെയ്യാം. ഇപ്പോൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ചീര കൃഷി ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ എള്ള് വിതറുകയാണ്. ഇപ്പോൾ ഇവിടെ എള്ളിന് നല്ല മാർക്കറ്റ് ഉണ്ടല്ലോ, അറിയാമല്ലോ നിങ്ങൾക്ക്. ഭൗമസൂചിക പദവി ലഭിച്ചൊരു നല്ലൊരു ഇനം എള്ളാണ് ഇപ്പോൾ അത്. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഓണാട്ടുകര ഏരിയയിലാണ് ഇപ്പോൾ ഈ കാണിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ഥലം നമുക്ക് ഒഴിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കുന്നില്ലാത്ത സ്ഥലമാണെങ്കിൽ അത് ആർക്കെങ്കിലും പാട്ടത്തിന് കൊടുത്ത് അവരെ കൊണ്ടെങ്കിലും കൃഷി ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്കവിടെ ഉപയോഗം, അല്ലെങ്കിൽ നിങ്ങൾ 1-2 വർഷം നിങ്ങൾ ആർക്കെങ്കിലും പാട്ടത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇട മുഴുവൻ തരിശായി കിടക്കുന്ന സ്ഥലം മുഴുവൻ ഫലഭൂയിഷ്ഠമാവുകയും നമുക്ക് ഭാവിയിൽ എന്ത് കൃഷി ചെയ്യാനും ഉപയോഗപ്രദമായ രീതിയിലേക്ക് മാറും. അതുകൊണ്ട് നിങ്ങൾ ഓരോ തരിശ് ഭൂമിയും ഉപയോഗപ്പെടുത്തിയിട്ട് ഉപയോഗപ്പെടുത്തുക. അത് വളരെ ചെറിയ ചെലവിലാണ് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഈ ആളുകളെ നിർത്തി ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ട്രാക്ടർ ഉപയോഗിച്ച് ഒഴുകുന്നതാണ് നല്ലത്. അതൊന്നും എല്ലാവർക്കും ഓർമ്മപ്പെടുത്താൻ